കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സെൻസെക്സിൽ കുതിപ്പ്. BSE സെൻസെക്സ് 200 പോയിന്റ് കടന്നു, 77,000-ആയി. നിഫ്റ്റി 23,500-ന് മുകളിലെത്തി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ബജറ്റിന് മുന്നോടിയായി ഇപ്പോൾ സെൻസെക്സിൽ കുതിപ്പുണ്ടായിരിക്കുകയാണ്. ആദ്യമേ തന്നെ സെൻസെക്സിന്റെ വിവരങ്ങൾ പറയൂ. തീർച്ചയായും സ്വാഭാവികമായ ഒരു കാര്യം കൂടിയാണത്. കാരണം ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതീക്ഷ എല്ലാവരും പുലർത്താറുണ്ട്. വ്യാപാരികളും വ്യവസായികളും അടക്കം എല്ലാ രംഗത്തും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. വളർച്ചയിൽ വലിയ സ്വാധീനം, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വളർച്ച ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ബജറ്റ് ദിവസം. ഈ ബജറ്റ് അവതരണത്തിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ ആദ്യം അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുന്നത് സെൻസെക്സിലാണ്, വിപണിയിലാണ്, നിഫ്റ്റിയിലാണ്. വിപണിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷ ആദ്യം സ്വാധീനിക്കുക, ആദ്യം അതിൻ്റെ ഇടപെടൽ ഉണ്ടാകുക വിപണിയിൽ തന്നെയാണ്, ഓഹരി വിപണിയിൽ തന്നെയാണ്. ഓഹരി വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് സൂചന നൽകുന്ന അല്ലെങ്കിൽ ഓഹരി വിപണി വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ 10:00 തന്നെ നിഫ്റ്റിയിലും സെൻസെക്സിലും എല്ലാം വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കും മുമ്പുണ്ടാകുന്ന സ്വാഭാവികമായ സംഗതിയാണ്. ഇനി ഒരുപക്ഷെ ബജറ്റിൽ വിപണിക്ക്, ഓഹരിക്ക് വലിയ പ്രതീക്ഷയുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുകയെങ്കിൽ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ വിപണി മുന്നേറാനുള്ളതും ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ ബജറ്റ് അവതരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാം NDA സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നതാണ് 2047 ഒരു വികസിത സങ്കല്പം, വികസിത ഭാരതം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് NDA സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളത്. ഇനി 22 വർഷങ്ങൾ മാത്രമാണ് അതിലേക്ക് കടക്കാനുള്ളത്. ആ 22 വർഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന പ്രഖ്യാപനം ഇന്നലെ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വിശാലാടിസ്ഥാനത്തിലുള്ള ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന വിശാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. അതുതന്നെയാണ് ഇന്നലെ മോദിയും പറഞ്ഞു വച്ചിരുന്നത്. രാജ്യം ഒരു പ്രവർത്തനക്ഷമമായ രാജ്യത്തിൻ്റെ വളർച്ചയിൽ പ്രവർത്തനക്ഷമമായ കാര്യങ്ങൾക്കുള്ള ഊന്നൽ, പ്രഖ്യാപനങ്ങൾ എല്ലാം, നിർദ്ദേശങ്ങൾ, ചർച്ചകളെല്ലാം ഈ ബജറ്റിൽ ഉണ്ടാകും എന്നൊരു കാര്യം ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അത് ഈ ബജറ്റിൻ്റെ സൂചനയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായേക്കാവുന്ന ബില്ലുകൾ ഈ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ആ ബില്ലിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകും എന്നൊരു സൂചന കൂടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ബജറ്റ് രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കാവുന്ന രൂപത്തിലുള്ള ബജറ്റായിരിക്കും. അതിനുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുകൂടി നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ബജറ്റിൻ്റെ ആമുഖവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ പറഞ്ഞിരുന്നത് സമാധാന കാലത്ത് നന്നായി വിയർപ്പൊഴുക്കിയാൽ യുദ്ധകാലത്ത് അധികം ചോര ചിന്തേണ്ടി വരില്ല എന്നൊരു വിദേശ വാക്യം കടമെടുത്തുകൊണ്ടാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ആരംഭിക്കുന്നത്. അതുതന്നെ വളരെ പ്രകടമാണ്. അതായത് ഇപ്പോൾ ഈ രാജ്യത്ത് സമാധാന കാലമാണ്. പ്രത്യേകിച്ച് സമാധാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ആഭ്യന്തര സംഘർഷങ്ങൾ എന്നുള്ളതല്ല. രാജ്യത്ത് സർക്കാരിന് വളരെ സമാധാനത്തോടെ ചിന്തിച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പുകളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനത്തിന് ഏതാനും അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സെൻസെക്സിൽ വൻ കുതിപ്പ് എന്നുള്ളത് സ്വാഭാവികമായ നടപടിയാണ് എന്നുള്ളതാണ്. BSE സെൻസെക്സ് 200 പോയിന്റ് കടന്ന് 77,700-ആയി എന്നുള്ളതാണ്. ശ്രീജിത്ത്, തുടരുക.